ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള GSFK 2024 ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ നടക്കുന്നത് എവിടെ വെച്ചാണ്? തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസ് പാർക്കിൽ വെച്ചാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 ജനുവരി 15 മുതൽ ഫെബ്രുവരി 15 വരെ നടക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യൂറേറ്റഡ് സയൻസ് ഫെസ്റ്റിവലാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കേരള ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്ട് സയൻസും സംയുക്തമായാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കേരള അന്താരാഷ്ട്ര ശാസ്ത്രോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന നാസയുടെ ലീഡ് പ്രോഗ്രാം സയന്റിസ്റ്റ് ആരാണ്? ഡോക്ടർ മധുലിക ഗുഹാത്തകുർത്ത. നാസയുടെ ലീഡ് പ്രോഗ്രാം സയന്റിസ്റ്റായ ഡോക്ടർ മധുലിക ഗുഹാത്തകുർത്തയാണ് കേരള അന്താരാഷ്ട്ര ശാസ്ത്രോത്സവത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. കൂടാതെ രസതന്ത്ര നൊബേൽ ജേതാവ് പ്രൊഫസർ മോർട്ടൺ പി മെൽഡൺ, നാസയുടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഔട്ട്റീച്ച് വിഭാഗം മേധാവി ഡെനീസ് ഹിൽ എന്നിവരും ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്ന പ്രധാന വ്യക്തികളാണ്. മാലദ്വീപിന്റെ തലസ്ഥാനമായ മാലയിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ആദം അസീം. ആദം അസീമാണ് മാലദ്വീപിന്റെ തലസ്ഥാനമായ മാലയിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഇന്ത്യ അനുകൂല പാർട്ടിയായ മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി MDPയുടെ സ്ഥാനാർത്ഥിയാണ് ആദം അസീം. പുതുതായി മാലദ്വീപിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊയ്സു ഇന്ത്യ വിരുദ്ധ പാർട്ടിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് PNCയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത് ചൈന അനുകൂല പാർട്ടിയാണ്. ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേദിയായ ഇന്ത്യൻ നഗരം. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ ചാമ്പ്യന്മാരായ സ്കൂൾ ഏതാണ്? പാലക്കാട് ടെക്നിക്കൽ ഹൈസ്കൂൾ. സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ പാലക്കാട് ടെക്നിക്കൽ ഹൈസ്കൂളാണ് ചാമ്പ്യന്മാരായത്. നെയ്യാറ്റിൻകര കുളത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിനാണ് രണ്ടാം സ്ഥാനം ലഭിച്ചത്. തിരുവനന്തപുരം APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ നൽകുന്ന മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ജനമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? PP ദിവ്യ. കണ്ണൂർ കോർപ്പറേഷന്റെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായ PP ദിവ്യയ്ക്കാണ് തിരുവനന്തപുരം APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ നൽകുന്ന മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള ജനമിത്ര പുരസ്കാരം ലഭിച്ചത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായ PP ദിവ്യയ്ക്ക്. ഡെൻമാർക്കിന്റെ പുതിയ രാജാവായി സ്ഥാനമേറ്റ വ്യക്തി ആരാണ്? ഫ്രെഡറിക് പത്താമൻ. ഫ്രെഡറിക് പത്താമനാണ് ഡെൻമാർക്കിന്റെ പുതിയ രാജാവായി സ്ഥാനമേറ്റ വ്യക്തി. ഡെൻമാർക്കിന്റെ രാജ്ഞി മർഗ്രേറ്റ് II ഈ മാസം അധികാരം ഒഴിഞ്ഞതിനാലാണ് മകനായ ഫ്രെഡറിക് രാജാവായി അധികാരമേറ്റത്. 52 വർഷം ഡെൻമാർക്കിന്റെ രാജ്ഞിയായിരുന്ന വ്യക്തിയാണ് മർഗ്രേറ്റ് II. ഡെൻമാർക്കിന്റെ പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സ് ആണ്.
50 വർഷം ഉപയോഗിക്കാവുന്ന ചെറിയ ആണവോർജ ബാറ്ററി വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈന. ചൈനയാണ് 50 വർഷം ഉപയോഗിക്കാവുന്ന ചെറിയ ആണവോർജ ബാറ്ററി വികസിപ്പിച്ച രാജ്യം. ചൈനയിലെ ബീറ്റ വോൾട്ട് എന്ന കമ്പനിയാണ് ഈ ബാറ്ററി കണ്ടുപിടിച്ചത്. പ്രേം നസീറിന്റെ ഏത് സിനിമയുടെ 50ാമത് വാർഷികമാണ് പ്രേം നസീർ സുഹൃദ് സമിതി 2024 ജനുവരിയിൽ ആഘോഷിച്ചത്? തുമ്പോലാർച്ച. പ്രശസ്ത മലയാള സിനിമാ താരമായിരുന്ന പ്രേം നസീറിന്റെ തുമ്പോലാർച്ച എന്ന സിനിമയുടെ 50ാമത് വാർഷികമാണ് പ്രേം നസീർ സുഹൃദ് സമിതി 2024 ജനുവരിയിൽ ആഘോഷിച്ചത്. ഇന്തോനേഷ്യയിലെ സുമാത്രയിലുള്ള ഏത് സജീവ അഗ്നിപർവ്വതമാണ് 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ചത്? മറാപ്പി. ഇന്തോനേഷ്യയിലെ സുമാത്രയിലുള്ള മറാപ്പി എന്ന സജീവ അഗ്നിപർവ്വതമാണ് 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ചത്. 2023 ഡിസംബറിലും മറാപ്പി അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവാ പ്രവാഹം ഉണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സംഘടിപ്പിച്ച ഏവിയോണിക്സ് എക്സ്പോ 2023 നടന്നത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ വെച്ചാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് സംഘടിപ്പിച്ച ഏവിയോണിക്സ് എക്സ്പോ 2023 നടന്നത്. മലേഷ്യൻ ഓപ്പൺ സൂപ്പർ 1000 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായ ഇന്ത്യൻ സഖ്യം ഏതാണ്? സാത്വിക് സായ്രാജ് റങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. മലേഷ്യൻ ഓപ്പൺ സൂപ്പർ 1000 ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായ ഇന്ത്യൻ സഖ്യമാണ് സാത്വിക് സായ്രാജ് റങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. ലോക 1-ാം നമ്പർ സഖ്യമായ ചൈനയുടെ ലിയാങ് വെയ് കെങ് വാങ് ചാങ് സഖ്യമാണ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചത്. ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ താരം ആരാണ്? ഷോൺ മാർഷ്. ഓസ്ട്രേലിയൻ താരമായ ഷോൺ മാർഷ് ആണ് 2024 ജനുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത്. ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഉറുദു കവി ആരാണ്? മുനവർ റാണ. പ്രശസ്ത ഉറുദു കവിയായ മുനവർ റാണയാണ് 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഉറുദു കവി. മകരസംക്രാന്തി ദിനത്തിൽ ഗംഗാ സാഗർ മേള എന്ന ഉത്സവം നടക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ് മകരസംക്രാന്തി ദിനത്തിൽ ഗംഗാ സാഗർ മേള എന്ന ഉത്സവം നടക്കുന്നത്. പശ്ചിമ ബംഗാളിലെ സാഗർ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന കപിൽ മുനി ക്ഷേത്രത്തിന് മുന്നിലാണ് ഗംഗയിൽ സ്നാനം ചെയ്യുന്ന ഈ ഉത്സവം നടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ്. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെയും ഏഷ്യയിലെ 5ാമത്തെയും ഡാർക്ക് സ്കൈ പാർക്കാണ് പെഞ്ച് ടൈഗർ റിസർവ്. പാർക്കിലെ മുഴുവൻ ലൈറ്റുകളുടെയും പ്രകാശം താഴേക്ക് മാത്രം പതിക്കുന്ന രീതിയിൽ ക്രമീകരിച്ച് ആകാശം എപ്പോഴും ഇരുണ്ടതായി നിലനിർത്തുന്നതാണ് ഡാർക്ക് സ്കൈ പാർക്ക്. ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെന്റർ PTC വികസിപ്പിച്ച സങ്കര ഇനം മിനി ഉരുളക്കിഴങ്ങിന്റെ പേരെന്താണ്? കുഫ്രി ഉദയ്. ഹരിയാനയിലെ പൊട്ടറ്റോ ടെക്നോളജി സെന്റർ PTC വികസിപ്പിച്ച സങ്കര ഇനം മിനി ഉരുളക്കിഴങ്ങിന്റെ പേരാണ് കുഫ്രി ഉദയ്.
എയറോപോണിക് ഫാമിംഗ് കൃഷിരീതിയിലൂടെ ഉൽപ്പാദിപ്പിച്ച ഈ ഉരുളക്കിഴങ്ങ് സിങ്കും ഇരുമ്പും കൊണ്ട് സമ്പുഷ്ടമാണ്. ട്വന്റി ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര തലത്തിൽ 150 മത്സരം തികച്ച ആദ്യ കളിക്കാരൻ ആരാണ്? രോഹിത് ശർമ്മ. ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ് ട്വന്റി ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര തലത്തിൽ 150 മത്സരം തികച്ച ആദ്യ കളിക്കാരൻ. അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിലാണ് രോഹിത് ശർമ്മ ഈ നേട്ടം കരസ്ഥമാക്കിയത്. ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന രണ്ടാമത്തെ താരമാണ് രോഹിത് ശർമ്മ. ഒന്നാമത്തെ താരം വിരാട് കോഹ്ലിയാണ്. ട്വന്റി ക്രിക്കറ്റിൽ 0-ന് പുറത്താകുന്നതിലും രണ്ടാം സ്ഥാനത്ത് രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ 12 തവണയാണ് 0-ന് പുറത്തായത്. 13 തവണ പുറത്തായ അയർലൻഡ് താരം പോൾ സ്റ്റെർലിംഗ് ആണ് ഒന്നാം സ്ഥാനത്ത്. അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ പുരുഷ വിജയങ്ങളുടെ ഭാഗമായ അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ 100 വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് ആരാണ്? രോഹിത് ശർമ്മ. ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ 100 വിജയങ്ങളുടെ ഭാഗമായ ആദ്യ പുരുഷ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത്. 100 വിജയങ്ങളുടെ ഭാഗമായ ആദ്യത്തെ താരവും ആദ്യ വനിതാ താരവും ഇംഗ്ലണ്ടിന്റെ ഡീനി വ്യാട്ട് ആണ്. ഏറ്റവും കൂടുതൽ ട്വന്റി വിജയങ്ങളുടെ ഭാഗമായ വ്യക്തിയും ഡീനി വ്യാട്ട് തന്നെയാണ്. അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ 150 വിക്കറ്റ് നേടുന്ന ആദ്യ ബൗളർ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരാണ്? ടിം സൗത്തി. ന്യൂസിലാൻഡ് കളിക്കാരനായ ടിം സൗത്തിയാണ് അന്താരാഷ്ട്ര ട്വന്റി ക്രിക്കറ്റിൽ 150 വിക്കറ്റ് നേടുന്ന ആദ്യ ബൗളർ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത്. പാകിസ്ഥാനെതിരായ മത്സരത്തിലാണ് ടിം സൗത്തി ഈ നേട്ടം കൈവരിച്ചത്. ജനുവരി 8 മുതൽ 13 വരെ ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റിവൽ നടന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൽ വെച്ചാണ്? ഗോവ. ഇന്ത്യൻ സംസ്ഥാനമായ ഗോവയിൽ വെച്ചാണ് 2024 ജനുവരി 8 മുതൽ 13 വരെ ഇന്റർനാഷണൽ പർപ്പിൾ ഫെസ്റ്റിവൽ നടന്നത്. സംഗീതം, നൃത്തം, വിനോദം എന്നിവയിലെ ആകർഷകമായ പ്രകടനങ്ങളിലൂടെ ഭിന്നശേഷിയുള്ളവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക എന്നതാണ് പർപ്പിൾ ഉത്സവത്തിന്റെ ലക്ഷ്യം. ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈന. ചൈനയാണ് 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. ലോബ്സ്റ്റർ ഐ എന്ന പേരിലാണ് ഈ ഉപഗ്രഹം അറിയപ്പെടുന്നത്. എക്സ്റേ ഉറവിടങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ ഉപഗ്രഹത്തിന്റെ ദൗത്യം. നാസയും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് 2024 വിക്ഷേപിക്കുന്ന തടി കൊണ്ടുള്ള ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ലിഗ്നോസാറ്റ്. നാസയും ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയും ചേർന്ന് 2024 വിക്ഷേപിക്കുന്ന തടി കൊണ്ടുള്ള ഉപഗ്രഹത്തിന്റെ പേരാണ് ലിഗ്നോസാറ്റ്. 2024 ജനുവരിയിൽ ദിയുവിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ ബീച്ച് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് സംസ്ഥാനമാണ് 2024 ജനുവരിയിൽ ദിയുവിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ ബീച്ച് ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യന്മാരായ സംസ്ഥാനം. മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് 2, 3 സ്ഥാനങ്ങളിൽ. ദിയുവിലെ ഗോഗ്ല ബീച്ചിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബീച്ച് ഗെയിംസ് നടന്നത്. പേൾ എന്നു പേരുള്ള ഡോൾഫിൻ ആയിരുന്നു ഈ ബീച്ച് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം.
വാഹനാപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കാനായി നിശ്ചിത തുക പാരിതോഷികം നൽകി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 2 പദ്ധതികൾ ഏതൊക്കെയാണ്? സോഫ്റ്റ് സേവ്. വാഹനാപകടത്തിൽ പെടുന്നവരെ രക്ഷിക്കാനായി നിശ്ചിത തുക പാരിതോഷികം നൽകി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന 2 പദ്ധതികളുടെ പേരാണ് സോഫ്റ്റ് സേവ്. അപകടത്തിൽപ്പെടുന്നവരെ അടുത്ത ആശുപത്രിയിൽ എത്തിച്ച് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സോഫ്റ്റ്. സോഫ്റ്റിന്റെ മുഴുവൻ രൂപമാണ് സേവ് അവർ ഫെലോ ട്രാവലർ. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ ഉണ്ടാകുന്ന ബ്ലാക്ക് സ്പോട്ടുകളിൽ തൊട്ടടുത്ത് ഉള്ളവരെ പരിശീലനം നൽകി രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കുന്ന പദ്ധതിയാണ് സേവ്. കേരളത്തിലെ ഏത് പ്രശസ്ത കവിയുടെ ദേഹവിയോഗത്തിന്റെ 100ാമത് വാർഷികമാണ് 2024 ആചരിക്കുന്നത്? മഹാകവി കുമാരനാശാൻ. കേരളത്തിലെ പ്രശസ്ത കവിയായ മഹാകവി കുമാരനാശാന്റെ ദേഹവിയോഗത്തിന്റെ 100ാമത് വാർഷികമാണ് 2024 ആചരിക്കുന്നത്. 1924 ജനുവരി 16 പല്ലനയാറ്റിലാണ് കുമാരനാശാൻ സഞ്ചരിച്ച റിഡീമർ എന്നു പേരുള്ള ബോട്ട് കൊല്ലത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യേ അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിലാണ് മഹാകവി കുമാരനാശാൻ മരണപ്പെടുന്നത്. കുമാരനാശാന്റെ ഭൗതിക ശരീരം സംസ്കരിച്ച സ്ഥലമാണ് കുമാരകോടി. കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് വേണ്ടി കളിക്കളത്തിനൊരു കൈത്താങ്ങ് എന്ന പദ്ധതി നടപ്പിലാക്കിയ സംഘടന ഏതാണ്? അസൈക്ക്. അസൈക്ക് എന്ന സംഘടനയാണ് കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് വേണ്ടി കളിക്കളത്തിനൊരു കൈത്താങ്ങ് എന്ന പദ്ധതി നടപ്പിലാക്കിയ സംഘടന. അസൈക്കിന്റെ പൂർണ്ണരൂപം അലൂമിനി ഓഫ് സായ് കാലിക്കറ്റ് എന്നാണ്. സ്പോർട്സ് സ്ഥാപനമായ കോഴിക്കോട് സായ് സെന്ററിലൂടെ വളർന്ന താരങ്ങളുടെ കൂട്ടായ്മയാണ് അസൈക്ക്. മാലദ്വീപിന് $5 കോടി ടൂറിസം പദ്ധതിയും $13 കോടി സാമ്പത്തിക സഹായവും നൽകുന്ന രാജ്യം ഏതാണ്? ചൈന. ചൈനയാണ് മാലദ്വീപിന് $5 കോടി ടൂറിസം പദ്ധതിയും $13 കോടി സാമ്പത്തിക സഹായവും നൽകുന്ന രാജ്യം. മാലദ്വീപിന്റെ പുതിയ പ്രസിഡന്റായ മുഹമ്മദ് മുയിസു ചൈനയെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. ഏത് പൊതുമേഖലാ ബാങ്കാണ് കർഷകരുടെ ക്ഷേമത്തിനായി കിസാൻ പഗ്വാഡ എന്ന പേരിൽ കാർഷികോത്സവം സംഘടിപ്പിച്ചത്? ബാങ്ക് ഓഫ് ബറോഡ. ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയാണ് കർഷകരുടെ ക്ഷേമത്തിനായി കിസാൻ പഗ്വാഡ എന്ന പേരിൽ കാർഷികോത്സവം സംഘടിപ്പിച്ചത്. 2024 ജനുവരിയിൽ കിസാൻ പഗ്വാഡയുടെ 6ാമത് എഡിഷൻ പൂർത്തിയായപ്പോൾ രാജ്യത്തെ 4.65 ലക്ഷം കർഷകർക്ക് 2200 കോടി രൂപയാണ് ബാങ്ക് ഓഫ് ബറോഡ കാർഷിക വായ്പയായി അനുവദിച്ചത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.